ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ 14 മുതൽ ഈ നക്ഷത്ര ജാതകരുടെ ഭാഗ്യസമയം ആരംഭിക്കുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരിച്ചു പിടിക്കുന്ന സുവർണ കാലമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇനി നിങ്ങളുടെ ജീവിതം മാറി മറിയും. മീനശനി, മിഥുന വ്യാഴം, കൊല്ലവർഷം 1201 മേടമാസം 1, അതായത് 2026 ഏപ്രിൽ 14, ചൊവ്വാഴ്ച ഉദിച്ച് 8 നാഴിക 2 വിനാഴികയ്ക്ക്, അതായത് രാവിലെ 9 മണി 32 മിനിറ്റ്, ചതയം നക്ഷത്രം, കുംഭക്കൂറും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും വരാഹകരണവും ശുഭ്രനാമ നിത്യയോഗവും കൂടിയ സമയമാണ് മേടവിഷു സംക്രമം. ഈ വിഷു മുതൽ തുടങ്ങുന്ന ഒരു പുതുവർഷത്തിൻ്റെ സാമാന്യ ഫലമാണ്. നിങ്ങളുടെ ജാതക കാൽ കൂടി പരിശോധിച്ച് ഗുണഫലങ്ങൾ വിലയിരുത്തുന്നത് വളരെയധികം ഗുണകരമാകും. ഇനി രാശി ഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടരാശിക്കാരായ നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നതിന് വളരെയധികം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. കഠിനമായ അധ്വാനത്താൽ പരീക്ഷകൾക്ക് വിജയമുണ്ടാകും. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നിങ്ങൾ വേണ്ട പോലെ പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന കാലമാണ്. അതുപോലെ സഹപ്രവർത്തകരുടെ സ്വാർത്ഥത മനഃശാന്തി കെടുത്തും. ജോലിയിൽ ഉത്സാഹവും ഉന്മേഷവും വീണ്ടെടുക്കുവാൻ ശ്രമിക്കേണ്ട കാലമാണ്. സാമ്പത്തികമായ സ്ഥിതിയിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. അതുപോലെ പാഴ്ചെലവുകളെല്ലാം തന്നെ നിയന്ത്രണ വിധേയമാക്കേണ്ട കാലമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ പണത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിയണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര തന്നെ വലുതായാലും ചുറ്റുമുള്ള എല്ലാ ആളുകളും അതിൻ്റെ തീവ്രത മനസ്സിലാക്കി എന്നു വരില്ല. അവരിൽ നിന്നും കൂടുതലായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് വഴി പ്രശ്നങ്ങൾ വഷളാകാതെ നോക്കാവുന്നതാണ്. പകർച്ചവ്യാധികളെയെല്ലാം തന്നെ കരുതിയിരിക്കുക. പണമോ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ അശ്രദ്ധ മൂലം നഷ്ടപ്പെടുവാൻ ഇടയുള്ള കാലമായതിനാൽ ഈയൊരു കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഗണപതി ഭജനം നടത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തരം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്ന ആളുകൾക്ക് ജൂൺ മുതൽ ചെറിയ പ്രതിസന്ധി ഉണ്ടാകും. ഒടുവിൽ ദൈവാധീനത്താൽ തന്നെ പ്രതീക്ഷകളെല്ലാം തന്നെ നിറവേറി കിട്ടുന്നതാണ്. ദീർഘനാളായി നൽകിയിട്ട് തിരിച്ചു കിട്ടാനുണ്ടായിരുന്ന സംഖ്യയിൽ നിന്നും ഒരു ഭാഗം തിരിച്ചു കിട്ടും. അതുപോലെ ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായ സാഹചര്യമാണ്. വിദേശ ജോലിക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് ജോലി സാധ്യതയുണ്ട്. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും അനുയോജ്യമായ വിവാഹ ബന്ധം വന്നു ചേരും. ശത്രുശല്യം കുറയുന്നതാണ്. അതുപോലെ ഭൂമി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ശ്രമിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുവാനുള്ള അവസരം വന്നു ചേരും. പ്രത്യേകിച്ചും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സൽസന്താന ലബ്ധി ഉണ്ടാകുന്ന കാലമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ സാഹസ പ്രവൃത്തികളിൽ നിന്നും കഴിവതും വിട്ടുനിൽക്കുന്നത് വളരെയധികം ഗുണകരമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല, വെണ്ണ ഇവ നൽകുക. നാളിൽ പാൽപ്പായസ നിവേദ്യത്തോടെ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക്
2026 ജൂൺ തുടങ്ങി മുടങ്ങിക്കിടന്നിരുന്ന എല്ലാവിധ കർമ്മ പദ്ധതികളും പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ യശസ്സ് വർദ്ധിക്കും. എങ്കിലും വളരെയധികം ശ്രദ്ധ വേണ്ട കാലം കൂടിയാണ്. മുതിർന്ന ആളുകളുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അനുസരിക്കുക. സന്താനങ്ങളുടെ പുരോഗതിയിൽ വളരെയധികം സന്തോഷിക്കുവാൻ ഇടവരുന്നതാണ്. അപ്രതീക്ഷിതമായ ചില ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരും. അതായത് ധാരാളം ധനം നിങ്ങളുടെ കയ്യിലെത്തുന്ന കാലമാണ്. വിവാഹം താമസിച്ചിരുന്ന ആളുകളുടെ വിവാഹം നടന്നു കിട്ടും. അതുപോലെ പ്രിയപ്പെട്ടവരെ വാക്കുകൾ കൊണ്ട് യാതൊരു രീതിയിലും നിങ്ങൾ നോവിക്കരുത്. ഉദര സംബന്ധമായ അസുഖം ബുദ്ധിമുട്ടിച്ചേക്കുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന വിജയമുണ്ടാകും. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് വളരെ വലിയ വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പുതിയ ജോലി തേടുന്നവർക്ക് നിങ്ങളുടെ അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വെണ്ണ, കദളിപ്പഴം ഇവ നിവേദിക്കുക. അതുപോലെ നിത്യേന ഭവനത്തിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള നീക്കങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിക്കും. വിദ്യാർത്ഥികൾ സമയം വെറുതെ പാഴാക്കി കളയരുത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുക. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കേണ്ട കാലമാണ്. മുഷിഞ്ഞ് സംസാരിച്ച് സഹപ്രവർത്തകരുടെ പിന്തുണ യാതൊരു രീതിയിലും നഷ്ടമാക്കരുത്. സംസാരത്തിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും കലാകാരന്മാരും സംയമനത്തോടെ കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നതാണ്. പഴയ ബാധ്യതകൾ തീർക്കുവാൻ വളരെയധികം സമ്മർദ്ദമുണ്ടാകും. അതുപോലെ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്ന അവസരങ്ങൾ യാതൊരു രീതിയിലും കൈവിട്ട് കളയാതിരിക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ അല്പപ്രയാസത്താൽ തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ദേവിക്ക് കടുംപായസം സമർപ്പിക്കുകയും ഗണപതി മന്ത്രം നിത്യേന ഉരവിടുകയും ചെയ്യുക. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ചിങ്ങരാശിക്കാരായ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഗുണദോഷ സമ്മിശ്രമായ കാലമാണ്. സ്വർണ്ണ ലാഭം, ബന്ധുസുഖം, സാമ്പത്തിക അഭിവൃദ്ധി തുടങ്ങിയ ഗുണ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ജൂൺ മുതൽ ധനപരമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ വേണം. കലഹം, ദാമ്പത്യ ക്ലേശം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്ക് ഇടവരാം. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ യാത്ര ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും. യാത്രകളെല്ലാം തന്നെ വളരെയധികം കരുതലോടെയാവണം. സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുന്നതാണ്. ആദായകരമില്ലാത്ത കാര്യങ്ങൾക്ക് സമയവും പണവും ചെലവഴിക്കുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. പ്രത്യേകിച്ചും മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ കൂടുതൽ സമയം ഈശ്വര പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുന്നതും ഗുണകരമാണ്. രാഷ്ട്രീയ, സാമൂഹിക, കലാരംഗത്തുള്ള ആളുകൾക്ക് പേരുദോഷം വരാൻ ഇടയുള്ള കാലമാണ്. ഈയൊരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായും ശ്രദ്ധിക്കേണ്ട കാലം തന്നെയാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക്
ജൂൺ മാസം മുതൽ നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് നിങ്ങളുടെ സ്വപ്നം പൂവണിയുന്നതാണ്. അതുപോലെ വിവാഹ കാര്യത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറും. പുതിയ വാഹനം സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ വിദേശത്ത് ഉപരിപഠനത്തിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. പുതിയ വ്യാപാര സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും എഴുത്തുകാർക്കും കലാ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെയധികം അനുകൂലമായ സമയമാണ്. ദമ്പതികൾ പിണക്കങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. അതുപോലെ ദുരാരോപണത്തിന് വിധേയരായി വിഷമിക്കുവാൻ ഇടയുള്ള കാലമായതിനാൽ ഇത്തരം കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വജനങ്ങളിൽ നിന്നും വിപരീതമായ പ്രതികരണങ്ങൾ വന്നു ചേരും. ചതിപ്രയോഗത്തിൽ പെടാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. ഭക്ഷ്യജന്യമായ രോഗങ്ങൾ ഒഴിവാക്കുവാൻ ആഹാരകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. കന്നി രാശിക്കാരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശ്രീകൃഷ്ണ സ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരയുടെ ബാക്കി പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ വളരെയധികം ഉന്നമനം പ്രതീക്ഷിക്കാം. ധനസ്ഥിതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് സൽസന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ സന്താനങ്ങൾക്ക് ഐശ്വര്യവും നല്ല വിവാഹ ബന്ധങ്ങളും വന്നു ചേരും. കുടുംബകാര്യങ്ങളിൽ സമാധാനം കൈവരിക്കുകയും വിശിഷ്ട പദവി നേടിയെടുക്കുകയും ചെയ്യുന്നതാണ്. ജൂൺ മാസം മുതൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും അല്പം തടസ്സങ്ങൾ വന്നു ചേരാം. നന്നായി അധ്വാനവും ഈശ്വര പ്രാർത്ഥനയും ചെയ്യുക വഴി ലക്ഷ്യങ്ങൾ എല്ലാം തന്നെ പ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ അന്തസ്സും ആഭിജാത്യവും കാത്തു സൂക്ഷിക്കുക. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ തിരിച്ചടികൾ കരുതിയിരിക്കുന്നത് ഗുണകരമാണ്. ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളാൽ മനസ്സ് യാതൊരു രീതിയിലും വിഷമിക്കരുത്. ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. മേൽ ഉദ്യോഗസ്ഥ പദവിക്കുള്ള തർക്കങ്ങളെയെല്ലാം തന്നെ അതിജീവിക്കുവാൻ സാധിക്കുന്ന കാലമാണ്. തുലാം രാശിക്കാരായി നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ദേവീക്ഷേത്ര ദർശനം നടത്തുകയും കടും പായസം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക്, തൊഴിൽ തേടുന്നവർക്കും ചെറിയ പ്രതിസന്ധികൾക്കു ശേഷം പ്രതീക്ഷ നിറവേറുന്നതാണ്. ജൂൺ മുതൽ കർമ്മരംഗത്ത് അഭിവൃദ്ധി, സാമൂഹ്യ രാഷ്ട്രീയ കലാരംഗത്തുള്ളവർക്ക് അംഗീകാരം എന്നിവ വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ ലബ്ധി, വിവാഹത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സാഹചര്യം, അകന്നു താമസിക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള അവസരവും വന്നു ചേരും. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർക്ക് കോടതി വിധി അനുകൂലമായി ഭവിക്കുന്നതാണ്. സർക്കാർ ആനുകൂല്യം ലഭിക്കുവാനുള്ളവർക്ക് അത് ലഭിക്കുന്നതിന് നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. പഴയ തൊഴിൽ സ്ഥാനത്ത് നിന്നും ക്ഷണം ഉണ്ടാകും. വാഹനമിടപാടുകളിൽ നേട്ടമുണ്ടാകും. പ്രത്യേകിച്ചും ഭവന വായ്പ കുടിശ്ശികകളെല്ലാം തന്നെ അടച്ചു തീർക്കുവാൻ കഴിയുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള പ്രത്യേക വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന കാലമാണ്. വൃശ്ചിക രാശിക്കാരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും സർപ്പപൂജകളും മറ്റും നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ധനു രാശിക്കാരായ നിങ്ങൾക്ക്
ആത്മീയമായ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കും. കലാ, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജൂൺ വരെ ഗുണാധിക്യം ഉണ്ടാകുമെങ്കിലും പിന്നീട് വളരെയധികം ശ്രദ്ധയോടെ വർത്തിക്കേണ്ട കാലമാണ്. ഏർപ്പെടുന്ന എല്ലാവിധ കാര്യങ്ങളിലും വീഴ്ച വരാതെ ശ്രദ്ധിക്കണം. വേണ്ടത്ര ആലോചന കൂടാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും വളരെയധികം ദോഷ അനുഭവങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകുമെങ്കിലും പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുവാനിടയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റ സാധ്യതയുണ്ട്. ദുഷ്ടജനങ്ങളുമായുള്ള ബന്ധങ്ങളെല്ലാം തന്നെ അപകീർത്തി ഉണ്ടാക്കുവാൻ ഇടവരുത്തുമെന്നതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ കഠിനമായി അധ്വാനം ചെയ്താലും ഫലപ്രാപ്തിക്ക് വളരെയധികം സമയമെടുക്കും. പിടിവാശിയും മുൻകോപവും ഉപേക്ഷിക്കുക. അതുപോലെ ധനനഷ്ടത്തിനിടയുള്ള കാലമായതിനാൽ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ധനുരാശിക്കാരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളിലും ഗുണാധിക്യം പ്രതീക്ഷിക്കാം. അനുഗ്രഹീതമായ അവസ്ഥകൾ വന്നു ചേരും. ഊർജ്ജസ്വലത വളരെയധികം വർദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കും. ശത്രുക്കൾ കുറഞ്ഞു കിട്ടും. സൽസന്താന ഭാഗ്യത്തിനും വിവാഹയോഗത്തിനും ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ കാലമാണ്. ഗൃഹനിർമ്മാണം നടന്നു കിട്ടുന്നതാണ്. മുൻപ് ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലപ്രാപ്തി അനുഭവയോഗ്യമാകും. സാമൂഹ്യ, കലാ, രാഷ്ട്രീയക്കാർക്ക് സമൂഹത്തിൽ അന്തസ്സും ആദരവും വർദ്ധിക്കും. സന്താനങ്ങളുടെ ഗുണാനുഭവങ്ങളിൽ സന്തോഷിക്കുവാൻ ഇടവരുന്നതാണ്. ഇൻഷുറൻസ് വകയിലോ മറ്റ് ഇതര വകയിലോ പണം കിട്ടാനുള്ളവർക്ക് കിട്ടേണ്ട പണം കൈവശം വന്നു ചേരും. വിവാദമായ വിഷയങ്ങളെല്ലാം കെട്ടടങ്ങുന്നതാണ്. വ്യവസായ മേഖലയിൽ ശുഭകാര്യ യോഗമുണ്ട്. പുതിയ പദ്ധതിക്ക് അനുബന്ധ വകുപ്പിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കുന്ന കാലം കൂടിയാണ്. മകര രാശിക്കാരായി നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതി മന്ത്രം നിത്യേന ഉരവിടുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാർക്ക് ജീവിതത്തിൽ ഉയർന്ന അധികാര പദവിയോ സ്ഥാനമാനങ്ങളോ ലഭിക്കും. കലാ, സാഹിത്യ രംഗത്തുള്ളവർക്ക് കഴിവ് തെളിയിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. പുതിയ ഭവനത്തിൻ്റെ നിർമ്മാണം, കുടുംബാംഗങ്ങൾക്ക് സൗഖ്യം എന്നിവ പ്രതീക്ഷിക്കാം. ജൂൺ മാസം മുതൽ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണം. പണച്ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. ഉത്തരവാദിത്തമുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനിടവരും. കലഹപ്രിയ പ്രവണതകൾ ദോഷം ചെയ്യാതെ ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജന പിന്തുണ വളരെയധികം കുറയുന്ന കാലമാണ്. വിദേശ യാത്രാ പരിശ്രമങ്ങൾ പൂവണിയുവാൻ ഈശ്വര പ്രാർത്ഥന വേണം. ചില സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട സഹകരണവും നേട്ടവും പ്രതീക്ഷിക്കാം. എന്നാൽ മറ്റു ചില ബന്ധുക്കളോട് കലഹിക്കുവാൻ ഇടവരുന്നതാണ്. ക്ഷിപ്രകോപം പരമാവധി ഒഴിവാക്കുക. ചില നിങ്ങളുടെ ദുർവ്യയങ്ങളിലൂടെ സാമ്പത്തിക വിഷമങ്ങൾക്കിടവരും. സാമ്പത്തികമായ ഇടപാടുകളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാലമാണ്. കുംഭരാശിക്കാരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാദേവന് ധാര സമർപ്പിക്കുക. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനരാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമാവസ്ഥകൾക്കും മോചനം ലഭിക്കുന്നതാണ്. ജോലിയിൽ അസൂയാവഹമായ പുരോഗതി ഉണ്ടാകും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. സന്താനങ്ങൾക്ക് അത്യുന്നതി. സന്താനങ്ങൾ ഇല്ലാതിരുന്ന ആളുകൾക്ക് സൽസന്താന ഭാഗ്യം. വിവാഹം നടന്നു കിട്ടും. പ്രണയം പൂവണിയുന്നതാണ്. നടക്കുവാൻ സാധ്യതയില്ലെന്ന് നിങ്ങൾ കരുതിയ പല കാര്യങ്ങളിലും
ക്ഷിപ്ര വിജയം കൈവരിക്കുവാൻ ഒതുങ്ങുന്ന സന്ദർഭങ്ങൾ വന്നു ചേരും. മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മുക്തി നേടുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ പുരോഗതിയും, പണ്ഡിതന്മാർ, വിവിധ സേനാ അംഗങ്ങൾ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങളും കീർത്തിയും ലഭിക്കും. അതുപോലെ ബന്ധുമിത്രാദികളുടെ പരാതികൾ തീർക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരുടെ സാമീപ്യം സന്തോഷം നൽകുന്നതാണ്. വ്യവഹാരങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. വിലപിടിപ്പുള്ള രേഖകൾ, അതുമല്ലെങ്കിൽ ആഭരണങ്ങൾ, ഇവ നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായ യാത്രകൾ കുറയ്ക്കണം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. അധികമായ ചിന്ത കുറയ്ക്കുക. മാനസിക സമ്മർദ്ദവും ഉറക്കവും നിങ്ങളെ വിഷമിപ്പിക്കുവാനിടയുണ്ട്. യോഗ ശീലമാക്കുക. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.